നബിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. എന്താ കിട്ടിയ? ഒന്നും കിട്ടിയില്ല. വാപ്പനെ കണ്ടണോ? വാപ്പനെ കാണാത്ത കുട്ടിയാണ്. വാപ്പനെ കാണാത്ത കുട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ സങ്കടം? കൂട്ടത്തിലുള്ള എല്ലാ കുട്ടികളും കൂട്ടുകാരും ഒക്കെ വാപ്പനെ കുറിച്ച് പറയുന്നുണ്ടോ? ഈ കുട്ടിക്ക് വാപ്പാനെ മുഖം പോലും ഓർമ്മയില്ല. കുടുംബത്തിലുള്ള ഓരോ ആൾക്കാരിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, എൻ്റെ വാപ്പ ഇതുപോലെ നടന്നിരുന്നേ, വാപ്പാൻ്റെ ചിരി ഇങ്ങനെയായിരുന്നു, വാപ്പാൻ്റെ കണ്ണ് അങ്ങനെയായിരുന്നു, അല്ലേ? ഇങ്ങനെയൊക്കെ കുടുംബത്തിലുള്ള ഓരോ ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ട് ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു വാപ്പ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. പിന്നെ ആകെ ഉള്ളത് ആരാണ്? ഉമ്മയാണ്. ഉമ്മാന്ന് വിളിക്കാനൊക്കെ തുടങ്ങിയ സമയമാകുമ്പോഴേക്കും ഉമ്മയും പോയി. ഉമ്മയില്ല, വാപ്പയില്ല. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നൊരു രംഗമുണ്ട്, അല്ലേ? അതവിടെ ആ വലൈക്കും അസ്സലാം എന്ന് പറയാൻ ആളില്ലാതാവണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ അതിൻ്റെ വിഷമം എത്രയാണ്, അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് പറയും. അതിനേക്കാൾ വലിയ സങ്കടം അനുഭവിച്ചിട്ടുണ്ട് ആര്? ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയെന്ന് നമ്മൾ പറയണ റസൂലുള്ളാഹ്. ഒരാൾക്ക് മറ്റൊരാളുടെ സങ്കടം മനസ്സിലാവണമെങ്കിൽ അതുപോലുള്ള സങ്കടം ഇയാൾ അനുഭവിക്കണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ അയാൾക്കൊക്കെ വെറൊരു സ്റ്റോറി, കഥ മാത്രമായിരിക്കും. വാപ്പ മരിച്ചതിൻ്റെ ദുഃഖം എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞിട്ടുണ്ട്. വാപ്പ ഇല്ലാതാവുന്നതിൻ്റെ വിഷമം എനിക്കന്നൊന്നും അത് മനസ്സിലായില്ല. പക്ഷെ 2015 ജൂൺ മാസം 6-ാം തീയതി എനിക്ക് മനസ്സിലായി വാപ്പ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ എന്താണ്. ഉമ്മ ഇല്ലാതാവുന്നതിൻ്റെ വിഷമം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഒരു പണ്ഡിതൻ എഴുതി വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എപ്പോഴും വരുന്ന ഒരാളുണ്ട്. അയാളുടെ ഉമ്മ മരിച്ച സങ്കടം പറയാൻ വേണ്ടിയിട്ട് അയാൾ ഒരു ദിവസം വന്നു. അങ്ങനെ അയാൾ അവിടുന്ന് പോകുന്നില്ല. അപ്പോൾ ഈ പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താ പോകണില്ല, വീട്ടിൽ പോകണില്ല, കുറേ സമയമായല്ലോ. അയാൾ ചോദിച്ചു, ഏത് വീട്? ഉമ്മല്ലാത്തതിന് വീട് എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇനി അതൊരു കെട്ടിടം മാത്രമാണ്, വീട് എന്ന് പറയാൻ പറ്റൂല. ഉമ്മ മരിച്ചാലുള്ള വിഷമം എന്താണെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് 2013 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. ഉമ്മ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഉമ്മ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഒരാൾക്ക് വേറൊരാളുടെ വിഷമം മനസ്സിലാവണമെങ്കിൽ അതിനോട് സമാനമായ അല്ലെങ്കിൽ അതുപോലുള്ള വിഷമങ്ങൾ ഈ കേൾക്കുന്ന ആൾക്ക് അനുഭവിച്ചിരിക്കണം. അതുകൊണ്ടാണ് ബഷീർക്കാർക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത്. ബഷീർക്ക ജീവിതത്തിൽ നിങ്ങളൊക്കെ അനുഭവിച്ചതിനേക്കാളും വലിയ സങ്കടങ്ങൾ അനുഭവിച്ച ആളാണ്. നിങ്ങൾ ഇവരോട് ചോദിച്ചു നോക്കിയാൽ മതി, പറഞ്ഞു തരും. അതുകൊണ്ടാണ് നിങ്ങളെ സങ്കടം കേൾക്കാൻ ബഷീർക്കക്ക് കഴിയുന്നത്. നിങ്ങളെക്കാളും വലിയ സങ്കടങ്ങളുടെ പുഴയിലൂടെ നീന്തി വന്ന ആളാണ് അദ്ദേഹം. സങ്കടങ്ങളുടെ പെരുമഴയത്ത് നനഞ്ഞ മനുഷ്യനാണ്. സങ്കടങ്ങളുടെ പെരുവെയിലിൽ ഉണങ്ങിയ മനുഷ്യനാണ്. അവിടുന്നാണ് ഇന്ന് കാണുന്ന ബഷീർക്ക് ഉണ്ടാകുന്നത്. ബഷീർക്ക് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെടുന്ന ഓരോ ആളും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ല. സങ്കടങ്ങൾ എന്താണെന്ന് മനസ്സിലായവർക്കാണ് സങ്കടപ്പെടുന്നവരെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നബിയെക്കുറിച്ച് പറഞ്ഞത്. ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമങ്ങൾ റസൂലുള്ളാഹി അനുഭവിച്ചിട്ടുണ്ട്. വാപ്പ, ഉമ്മ, പിന്നെ ഒരു ജ്യേഷ്ഠനില്ല, ഒരു അനിയനില്ല, ആലോചിച്ചോളൂ, ഒരു പെങ്ങളില്ല. ഏതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കും ഒരു ആൺകുട്ടി ഉണ്ടാവുക എന്നുള്ളത്. ആൺകുട്ടി ഉണ്ടായി മരിച്ചു. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളും ഞാനും ഒക്കെ അനുഭവിച്ചതിനേക്കാൾ വലിയ സങ്കടങ്ങളാണ്. നിങ്ങളിങ്ങനെ ജീവിച്ചിരിക്കുക, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് നിങ്ങളുടെ കൈകളിൽ കിടന്ന് മരിച്ചിട്ടുണ്ടോ? അത് കാണേണ്ടി വന്ന ആളാണോ നിങ്ങൾ? അത് കാണേണ്ടി വന്ന ആളാണ് ആര്? റസൂലുള്ളാഹി. ശരിയല്ലേ? നിങ്ങളുടെ മകൻ, ഒരുപാട് കാത്തിരുന്ന് നിങ്ങൾക്ക് കിട്ടിയൊരു കുട്ടി നിങ്ങളുടെ കൈകളിൽ കിടന്ന് മരിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ കൈകളിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട മകൻ, പ്രിയപ്പെട്ട പേരക്കുട്ടി. സ്വന്തം നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. റസൂലുള്ളാഹിനെ പുറത്താക്കിയിട്ടുണ്ട്. നാടും വീടൊക്കെ ഉപേക്ഷിച്ച് വേറൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ വിശ്വസ്തൻ എന്ന് നിങ്ങളെ വിളിച്ച ആൾക്കാർ പിരാന്തൻ എന്ന് നിങ്ങളെ വിളിച്ച് കല്ലെറിഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, റസൂലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടം തോന്നിയ ദിവസം ഏതാണ്?
അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞെന്താണെന്നറിയോ? മക്കയിലുള്ള ആൾക്കാരൊക്കെ റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചപ്പോൾ നബി എങ്ങോട്ട് പോയി? ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയി. എവിടെയാണത്? തായിഫ്. ഉമ്മാൻ്റെ വീട്ടുകാർ എന്തായാലും രക്ഷിക്കുന്ന നബി വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവർ കല്ലെറിയ, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. നബി പറയണ ആയിഷ ബീവിനോട്, എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് അന്നാണ് ആയിഷ. കാരണം അവരെന്നെ കൈവെടിഞ്ഞു, എന്നെ ചേർത്ത് പിടിക്കേണ്ട ആൾക്കാർ എന്നെ കല്ലെറിഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ കല്ലെറിയാനല്ല ആൾക്കാർ, നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാൻ ആൾക്കാർ. ബിസ്മി എന്ന് പറയുന്ന 2 കൈകളാണ്, നമ്മളിങ്ങനെ വാരിപ്പുണരുന്ന 2 കൈകളാണ്. ഇതാരാ ഒരുക്കി വെച്ചത്? പടച്ചുണ്ടാക്കി വെച്ചാണ്, നമ്മളാരുണ്ടാക്കി വെച്ചെന്നല്ല അല്ലേ? ഇതൊക്കെ ഓരോ കൈകളാണ്, നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാനാണ്. അപ്പോൾ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ. സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങൾ നമ്മൾ എന്തിനുള്ളതാണെന്നറിയോ? നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കാൻ വേണ്ടിയുള്ള, നമ്മൾ കുനിഞ്ഞു പോകാനുള്ളതല്ല.